ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അല്പനേരത്തെ നമ്മളുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 39 വാക്യം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്നു കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുൻപുള്ള ഒരു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള പിതാവായ ദൈവത്തോടുള്ള ഗെത്സമന തോട്ടത്തിലെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിലെ എല്ലാവരെയും തൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കുവാൻ തന്നെ തന്നെ ഒരു ക്രൂശീകരണത്തിന് ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. തൽഫലമായിട്ടുള്ള പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറണം. കർത്താവായ യേശുവിന് പിതാവായ ദൈവത്തിന്റെ ആ ഇഷ്ടം നിറവേറ്റുവാനാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ ആഗ്രഹിച്ചത്. തൻ്റെ ഇഷ്ടത്തെക്കാട്ടിലും വലുത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടവും മാനവജാതിയുടെ രക്ഷയുമായിരുന്നു കർത്താവിന് അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് പലവിധമായിട്ടുള്ള പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയുന്നത് എന്താണ്? എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. എങ്കിലും നാം പറയാറുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കണം, അല്ലെങ്കിൽ ഈ കഷ്ടത, അല്ലെങ്കിൽ ഈ പ്രതികൂല ദൈവമേ ഒന്ന് മാറ്റിത്തരണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രതികൂലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോൾ വേണമെങ്കിലും വന്ന് ഭവിക്കാം. എന്നാൽ ഈ പ്രതികൂലം മാറ്റാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് മനസ്സിലാകുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു കഷ്ടം നമുക്ക് വന്നെങ്കിൽ ആ കഷ്ടത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. കാരണം ക്രിസ്തുവിനൊരു കഷ്ടം വന്നു എങ്കിലും ക്രിസ്തുവിന് ആ ക്രൂശീകരണത്തിലൂടെ ഒരു വലിയ ഉയർപ്പുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ദൈവിക സന്ദേശം നമുക്ക് തരുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കഷ്ടം വന്നു എങ്കിൽ ആ പാനപാത്രത്തെ നീക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണം. ജീവിതത്തിൽ വരുന്ന പല പ്രതികൂലങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറേണ്ടതായിട്ടുണ്ട്. ആ ഇഷ്ടം നിറവേറുമ്പോൾ അത് പിന്നീട് ഒരു അനുഗ്രഹമായി മാറും. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ദൈവത്തോട് പലപ്പോഴും വാശി പിടിക്കുന്നുവെങ്കിൽ അതൊരു പക്ഷേ ആ സന്ദർഭത്തിൽ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു ദൈവിക സന്ദേശമാണ് നമുക്കിവിടെ തരുന്നത്. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണം. ദൈവത്തിന്റെ ഇഷ്ടം നമ്മളുടെ മേൽ നിറവേറണം. അത് നമുക്ക് ദൈവിക അനുഗ്രഹത്തിൽ മാത്രമേ എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ജീവിതത്തിൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുക, യോസഫിന്റെ ജീവിതം പഠിക്കുമ്പോൾ യോസഫിന് പൊട്ടക്കിണറ്റിന്റെയും അതുപോലെ തന്നെ അടിമത്വത്തിന്റെയും ഒക്കെ അനുഭവം, അതുപോലെ തന്നെ പൊത്തിഫറിന്റെ വീട്ടിലുള്ള പ്രതികൂലം, ഇതൊക്കെ യോസഫിന്റെ ജീവിതത്തിൽ വന്നുവെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് യോസഫിനെ ഒരു മന്ത്രിയാക്കണം എന്നതായിരുന്നു. അതുകൊണ്ട് യോസഫ് ദൈവസന്നിധിയിൽ തന്നെ ഉറച്ചു നിന്നൊരു വ്യക്തിയാണ്. തൻ്റെ ഇഷ്ടത്തെക്കാൾ ദൈവ ഇഷ്ടത്തിന് യോസഫ് പ്രാധാന്യം കൊടുത്തു. കാരണം യോസഫിന് ഒരു ദർശനമുണ്ടായിരുന്നു. തൻ്റെ സഹോദരന്മാരുടെ കറ്റകളെല്ലാം തന്നെ നമസ്കരിക്കും. അതുതന്നെയാണ് ആ മന്ത്രി ആകുന്ന ഒരു വലിയ ദർശനം. ആ ദർശനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. അതുകൊണ്ട് തൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ യോസഫ് ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് യോസഫ് അടിമത്തത്തിലും ഒന്നിലും തന്നെ, കാരാഗ്രഹത്തിന്റെ ഒരു വല്ലാത്തൊരു അടിമത്വ അനുഭവം, കാരാഗ്രഹത്തിന്റെ
അനുഭവത്തിൽ വന്നപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചു കൊടുത്ത വ്യക്തിയാണ് യോസഫ്. അതുകൊണ്ട് യോസഫിന് ദൈവം അനുഗ്രഹം കൊടുത്തു. അങ്ങനെ യോസഫിനെ ദൈവം അനുഗ്രഹിച്ച് ഈജിപ്തിന്റെ ഒരു വലിയ മന്ത്രിയാക്കി മാറ്റി. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ വാക്യത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലങ്ങളിൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.